പുത്തനത്താണിയിൽ മോഷ്ടാക്കൾ വിലസുന്നു. 4 വീടുകളിൽ മോഷണ ശ്രമം. പുത്തനത്താണി ചെല്ലൂർ പള്ളിപ്പാറയിൽ തിങ്കളാഴ്ച 4 വീടുകളിലായാണ് മോഷണ ശ്രമമുണ്ടായത്. ഒരിടത്തു നിന്ന് മോട്ടോർ സൈക്കിളുമായി മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു. കരിങ്കപ്പാറ അസ്കറിന്റെ വീട്ടിൽ നിന്നാണ് ഹീറോ ഹോണ്ട ഹങ്കുമായി മോഷ്ടാക്കൾ കടന്നു കളഞ്ഞത്. കോട്ടയിൽ ഹംസയുടെ വീട്ടിൽ നിന്നും ബൈക്കെടുത്ത് പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് മോഷ്ടാക്കൾ പോയത്. നീർക്കാട്ടിൽ കുന്നപ്പള്ളി അബ്ദുൽ ഖാദർ, അലി എന്നിവരുടെ വീടുകളിൽ പിൻഭാഗത്ത് വാതിൽപൂട്ട് തകർത്ത് അകത്തു കയറാനുള്ള ശ്രമത്തിനിടെ വീട്ടുകാർ ശബ്ദം കേട്ട് ഉണർന്നപ്പോഴേക്കും മോഷ്ടാക്കൾ കടന്നു കളയുകയായിരുന്നു എന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. കാലത്ത് വീടിനു പുറത്തിറങ്ങിയപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിയുന്നതെന്നും വിവരമറിഞ്ഞ ഉടൻ തന്നെ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അസ്കർ പറഞ്ഞു. ഇവിടെ നമ്മളെ ഈ പരിസരത്ത് 4-5 വീട്ടിൽ കയറിയിട്ടുണ്ട്. എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്നൊരു ബൈക്ക് കൊണ്ടുപോയി അവരത് റോട്ടിൽ ഉപേക്ഷിച്ച് പോയി. ഞാൻ കാലത്തൂടെ ഇറങ്ങി ചുങ്കത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന ടൈമിൽ ഗേറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബൈക്കും കാണുന്നില്ല. അവിടുന്ന് ഞാൻ മക്കളെ വിളിച്ച് ക്യാമറ ചെക്ക് ചെയ്തു. അപ്പോൾ 3 ആൾ വന്നിട്ട് എൻ്റെ ഈ ക്യാമറ ഫസ്റ്റിൽ ഒരാണ്ട് തിരിച്ചു വെച്ചു. പിന്നെ ഫുള്ളായിട്ട് ക്യാമറ നടന്ന് അവർ മുകളിലോട്ട് തിരിച്ചു വെച്ച്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ടർഫിലെ ക്യാമറ പോയി നോക്കിയപ്പോൾ അവിടുന്ന് താഴ്ന്നാണ് അവർ 3 പേര് ഓടി വന്നത്. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. സ്റ്റേഷനിൽ പോലീസ് വന്നു, ഇൻവെസ്റ്റൊക്കെ എടുത്തു. അവർ അപ്പം തന്നെ DSPക്ക് പരാതി കൊടുത്തു, അവർ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റോഡ് ക്യാമറ ഒക്കെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എൻ്റെ ഒരു ബൈക്ക് നഷ്ടപ്പെട്ടു. വേറെയുള്ള സംഗതികളൊന്നും എനിക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടുത്തുള്ള വീട്ടിലത്തെ ബൈക്ക് കംപ്ലൈൻ്റ് ആക്കിയിട്ട് റോട്ടിൽ ഉപേക്ഷിച്ചാണ്. അടുത്തുള്ള വീട്ടുകളിൽ കയറി ലോക്കൊക്കെ പൊട്ടിച്ചിട്ടുമുണ്ട്. മുഴുവൻ വീടുകളിലെയും CCTVകൾ മറച്ചാണ് മോഷ്ടാക്കൾ വീടുകളിലേക്ക് കയറാൻ ശ്രമിച്ചത്. ശരീരം മുഴുവൻ തുണികൾ കൊണ്ട് മറച്ച രൂപത്തിലാണ് മോഷ്ടാക്കളുടെ നടത്തം. മുൻപും മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമായുള്ള ഈ പ്രദേശത്ത് പോലീസ് പരിശോധന ശക്തമാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ രാത്രി 1:30 മണിക്കാണ് സംഭവിച്ചത്. ഞങ്ങൾ അറിഞ്ഞപ്പോൾ 1:45. അപ്പോഴാണ് പുറത്തുനിന്ന് ശബ്ദം കേട്ട് നോക്കിയപ്പോൾ 3 പേരുണ്ടായിരുന്നു. 3 പേര് ബാക്കിൽ ഡോറ് പൊളിച്ച് CCTV ക്യാമറ എല്ലാം കവർ ചെയ്ത് പിന്നെ ഞങ്ങൾ ഉണർന്ന് ലൈറ്റ് അടിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തിന് അവർ ഓടുന്ന സന്ദർഭം ഉണ്ടായത്. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർ വരുന്നത് ഫ്രണ്ട് സൈഡിൽ നിന്നാണ് വരുന്നത്. പിന്നെ വന്ന് നേരെ ക്യാമറകളൊക്കെ കവർ ചെയ്ത് എന്നിട്ട് നേരെ ബാക്കിലോട്ടാണ് പോയിരിക്കുന്നത്. ബാക്കിലോട്ട് നിന്ന് ബാക്കിലെ ഗിൽസ് പൊളിച്ച് അകത്തേക്ക് കയറാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ അപ്പോൾ ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തിന് അവർ ഓടുന്ന സന്ദർഭമാണ്. ന്യൂസ് ഡെസ്ക് 3 Max ലൈവ് വളാഞ്ചേരി.